വെൽക്കം ടു GJverse. ദിസ് ഇസ് മീ GJ. ഇന്ന് ഞാൻ കണ്ട പടം കണ്ണപ്പയാണ്. ഈ മഴയത്ത് നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഒബ്രോൺ മോളിൻ്റെ താഴെയാണ് ഞാൻ പാർക്കിങ്ങിൽ ഇരുന്നാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നത്. സോ എന്തായാലും കണ്ണപ്പ സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ടോട്ടലി ഒരു ഭക്തി ഒരു സിനിമയാണ്. അതായത് പണ്ട് ആ ഒരു ശിവന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയപ്പെടുന്ന കണ്ണപ്പയുടെ ആ ഒരു ജീവിത കഥ, അദ്ദേഹം ശിവന് വേണ്ടി എന്താണ് ചെയ്തത്, നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹം എങ്ങനെ ശിവഭക്തനായി മാറി എന്നുള്ള കഥയൊക്കെയാണ് ഈ സിനിമ. പലരും വായിച്ചും മറ്റും കേട്ടിട്ടുള്ള കഥയായിരിക്കാം. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഈ ഒരു കഥയെക്കുറിച്ച്. ആ ഒരു കഥയെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തൊരു സിനിമയായിട്ട് വന്നപ്പോൾ ഉള്ള കുറേ ഒരു വ്യത്യാസങ്ങളും മറ്റും കാണാനുണ്ട്. ഇത് കുറച്ചുകൂടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, ഇത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആക്ടറിനെ വെച്ച് ചെയ്യാമായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്ന ആ പുള്ളി വിഷ്ണു മഞ്ജു, അദ്ദേഹത്തിൻ്റെ അഭിനയം എനിക്ക് വലിയ ഇതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ ഒരു ബെറ്റർ ആക്ടർ ആയിരുന്നെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. എസ്പെഷ്യലി ടുവേർഡ്സ് ദ ക്ലൈമാക്സ് വളരെ ശിവനുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന്. അതിനുശേഷം അദ്ദേഹം കാണിക്കുന്ന പരിപാടികളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് കൺവേ ചെയ്യാൻ ഒരു ബെറ്റർ ആക്ടർ വന്നിരുന്നെങ്കിൽ സാധിച്ചതിനെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് മോഹൻലാലിൻ്റെയും പ്രഭാസിൻ്റെയും അക്ഷയ് കുമാറിൻ്റെയും അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ ഗസ്റ്റ് റോളുണ്ട്. ഗസ്റ്റ് റോളുകളുടെ പരിപാടിയാണ് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഗസ്റ്റ് റോളുകൾ വെച്ചിട്ട് ഇവർ സിനിമയെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ക്യാരക്ടർ വന്ന് ആ ഒരു കുറച്ച് നേരം ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ക്ലൈമാക്സിലേക്ക് ആയപ്പോഴത്തേക്കും സ്ഥിരം തെലുങ്ക് പടത്തിൻ്റെ പാറ്റേണിലേക്ക് അങ്ങ് പോയി. നമ്മുടെ ഈ ഒരു കാളഹസ്തി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടുത്തെ ആ ഒരു വായുലിംഗവും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെയാണ് ഇതിൽ വരുന്നത്. സോ ആ ഒരു ക്ഷേത്രമായിട്ട് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള മുന്നേ വന്നിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞു പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മ്യൂസിക് വളരെ ഒരു ലോ ഇതിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ. സെക്കൻഡ് ഹാഫിൽ അവസാനത്തെ ഒരു 40 മിനിറ്റ് എത്തുമ്പോഴത്തേക്കും മ്യൂസിക് നൈസായിട്ട് വരുന്നുണ്ട്. മറ്റേ ആ ഒരു പഴയ ബ്രഹ്മപുരാരി സുരാർശ ആ ഒരു സോങ് ഉണ്ടല്ലോ, അതൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മ്യൂസിക് എലിവേറ്റ് ആവുന്നുണ്ട്. പക്ഷെ അതുവരെ മ്യൂസിക് ഭയങ്കര ഒരു രസമില്ലാതെയാണ് പോകുന്നത്. എസ്പെഷ്യലി ഈ കണ്ണപ്പ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ, തിന്നൻ എന്നാണ് ബേസിക്കലി എൻ്റെ പേര് ക്യാരക്ടറിൻ്റെ. ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രോ മുതൽ പിന്നീട് വരുന്ന സീനുകളിലെല്ലാം മ്യൂസിക് ഭയങ്കര ഒരു ബിലോ ആവറേജ് ആയിട്ട് തോന്നി. ആ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. കുറച്ചുകൂടെ ബെറ്റർ ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത് കിട്ടിലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. ഇമോഷണലി ഭയങ്കര ടച്ചിങ് ആണ്. ഇവർ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന രീതിയിൽ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആവും, നല്ല ഇമോഷണൽ ആവും, ഭയങ്കരമായിട്ട് ഭക്തി, ഈശ്വര വിശ്വാസമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഭക്തി തോന്നുന്ന രീതിയിലുള്ള സീൻസൊക്കെയാണ് ലാസ്റ്റിലോട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഒരു സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു ബെറ്റർ ഡയറക്ടറിലേക്ക് എത്തിയിരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ സിനിമയും രാജമൗലി ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയല്ല, പക്ഷേ രാജമൗലിയുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ വേറെ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സ്ക്രിപ്റ്റാണ്. പ്രഭാസിൽ ഗസ്റ്റ് റോളിന് പകരം പ്രഭാസിന് തന്നെ കണ്ണപ്പയായിട്ട് അഭിനയിക്കുകയായിരുന്നു. കാരണം അത് നല്ല ഒരു റോളാണ്, ഒരുപാട് അഭിനയ സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് തുടക്കത്തിൽ ഈ ഒരു ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണപ്പയും എമിലി അല്ലല്ലോ, നെമിലിയോ അങ്ങനെയൊക്കെ ഒരു പേരുള്ളൊരു ക്യാരക്ടറുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ തിന്നൻ നെമിലി ആ ഒരു ക്യാരക്ടർ തമ്മിലുള്ള ആ ഒരു പ്രണയം കാണിക്കുന്ന സമയമൊക്കെ കുറച്ച് നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. അതൊക്കെ കുറച്ച് ബാഹുബലിയിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ആ സീനുകളൊക്കെ. തമന്നയും പ്രഭാസം കൊണ്ടുള്ളൊരു സീൻ പോലെ തന്നെ ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത്, ഇത് 3 മണിക്കൂർ 3 മിനിറ്റാണ് ഈ സിനിമയുടെ ഒരു ലെങ്ത്. സോ അതൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി ഒന്ന് വൃത്തിയായിട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ വന്നേനെ. പിന്നെ കുറച്ച് ഈ ഗ്രാഫിക്സിൻ്റെ അതിപ്രസരങ്ങളുണ്ട്. ഉദാഹരണത്തിന് മോഹൻലാൽ വരുന്ന സീനിൽ മോഹൻലാൽ ഒരു പർട്ടിക്കുലർ ഒരു വേറൊരു രീതിയിലോട്ട് ക്യാരക്ടർ മാറുമ്പോഴത്തേക്കും കാണിക്കുന്ന രംഗത്തിലൊക്കെ ഗ്രാഫിക്സ് വളരെ ഒരു ബിലോ പാറായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഈ ഫുൾ സിനിമയുടെ ഒരു സത്തുണ്ടല്ലോ, ആ സത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ആട്ടാളനായിട്ടുള്ള നമ്മുടെ കണ്ണപ്പ അല്ലെങ്കിൽ തിന്നൻ, അദ്ദേഹം ഭക്ത കണ്ണപ്പയായി മാറിയത് എങ്ങനെയെന്നുള്ള ആ ഒരു കഥ എല്ലാവരും അറിയുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. അവർ ചെയ്തത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മോഹൻ ബാബുവിൻ്റെ മോനായതുകൊണ്ട്, മോഹൻ ബാബു ആണല്ലോ ഇതിൻ്റെ പ്രൊഡ്യൂസ്, മകനെ കൊണ്ട് അഭിനയിപ്പിക്കാതെ കുറച്ചുകൂടെ ബെറ്റർ ആക്ടറിനെയൊക്കെ വെച്ച് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഹൈ ഇതിലോട്ട് പോയേനെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഈ സിനിമയ്ക്ക് റേറ്റിംഗ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഇതൊരു തികച്ചും ഒരു ഭക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നൊരു സിനിമയാണ്. സോ അതിനെ പ്രത്യേകിച്ച് റേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് പണ്ട് നടന്നിട്ടുള്ളൊരു മിത്ത് അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്ട് ഞാൻ ഇതിന് റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് സിനിമ ഇഷ്ടമായി, ഭയങ്കര കിട്ടുന്ന സിനിമയൊന്നുമല്ല, പക്ഷേ ക്ലൈമാക്സ് സൂപ്പറാണ്, നൈസായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ എന്തായാലും ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJverse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാതെ ഒരു കിഡ്സ് മീഡിയ സൈനിങ് ഓഫ്. ബൈ.